വയനാട് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ച ദിവസം പ്രത്യേകിച്ച് വചനം കേൾക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പീറ്റർ പിതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ച് നാളുകൾ കാത്തിരുന്ന ശേഷം കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പിതാവ് അഭിഷിക്തനായ ശേഷം രൂപതയിലേക്ക് വിളിക്കാൻ പല പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു, തിരക്കാണ്, കിട്ടിയില്ല. നമ്മുടെ വൈദികരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അഭിനന്ദ പിതാവ് ഒരു സാഹസം എടുത്തു. ആ സാഹസം പീറ്റർ പിതാവ് നിഷേധിച്ചു എന്നാണ് ഞങ്ങൾ കേട്ടത്. എന്തായാലും ഇതാണ് ദൈവനിയോഗം. പ്രത്യേകിച്ച് നമ്മുടെ ബൈബിൾ കൺവെൻഷന് ദൈവജനത്തോട് സംസാരിക്കുവാനും വചനം പങ്കുവയ്ക്കാനും അതോടൊപ്പം നമ്മുടെ ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനും അഭിനന്ദ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ കാണുന്നു. പിതാവിനെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയിലെ അഭിനന്ദ പിതാവിൻ്റെയും ഇവിടെയുള്ള എല്ലാ സഭയുടെ, പ്രത്യേകിച്ച് നമ്മുടെ അസംഷൻ പള്ളിയിലെ ജോസഫ് അച്ഛൻ അടക്കമുള്ള വൈദികരുടെ പേരിൽ ഹൃദ്യമായിട്ട് ഞങ്ങൾ രൂപതയിലേക്ക്, പ്രത്യേകിച്ച് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദ പിതാവ് ഷാൾ അണിയിച്ച് പ്രത്യേകം ക്ഷണിക്കുന്നു. സഹപാഠികൾക്കാണല്ലോ ഒരാളെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് അഭിമന്യ പിതാവിനെ നമ്മുടെ രൂപതയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ പിതാവിനോടൊപ്പം പഠിച്ച് വളർന്ന നമ്മുടെ ജെയിംസ് അച്ഛൻ, മുളയ്ക്കുളച്ചൻ രണ്ട് വാക്ക് ആശംസ പറയാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. ജോസ് മാർ തോമസ് തിരുമേനി, പീറ്റർ പിതാവെ, വന്നിയ മോൺസിഞ്ഞർ ജോസ് മച്ച, മറ്റ് വൈദിക സഹോദരങ്ങളെ, ആശംസ പറയാനുള്ള അവസരം എനിക്കാണ്. എൻ്റെ പേരല്ലാതെ വേറൊരു പേരും ഇതിനുവേണ്ടി ഉയർന്നു വരാൻ സാധ്യതയുമില്ല എന്ന് ഞാൻ കണക്കുകൂട്ടിയിരുന്നു. പീറ്റർ പിതാവ് എന്ന പേര് പത്രാഭിഷേകത്തിന് മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും പത്രാഭിഷേകത്തിൻ്റെ തീയതിക്ക് അനുസരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്ത്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരും എത്താൻ ശ്രമിക്കുകയും ചെയ്തു. 2019 കോവിഡിൻ്റെ മൂർധന്യത്തിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പാലക്കാട് വെച്ച് നടന്ന ആ മെത്രാഭിഷേക ചടങ്ങ് ഒരുപക്ഷെ സഭയിലെ ഏറ്റവും ലളിതമായ ഒരു ചടങ്ങായിട്ട് അത് തീർന്നു. എങ്കിലും ഞങ്ങളിൽ പലരും അതിൽ സംബന്ധിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്തു. തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടത്. അന്നു മുതൽ പിതാവിനെ ഇവിടേക്ക് ക്ഷണിക്കുവാൻ നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിയൻ ജോസഫ് തോമസ് തിരുമേനി ശ്രമിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം അതിനുള്ള ക്ഷണം അറിയിക്കുകയും പീറ്റർ പിതാവ് ഇവിടെ വന്ന് നമ്മെ എല്ലാവരും ക്ഷണിച്ച സംഭവമൊക്കെ അനുസ്മരിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഞാനന്ന് ചെറുപുഴയാണ്. പിതാവിൻ്റെ ഇവിടേക്കുള്ള വരവ് പല കാരണങ്ങളാൽ നീണ്ടുപോയി എങ്കിലും ഇന്ന് നല്ല ഒരു സുവർണ അവസരമായിട്ട് അത് തീർന്നിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് ഇത് തീർന്നിരിക്കുകയാണ്. പീറ്റർ പിതാവിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പിതാവ് റെഫർ ചെയ്ത് സംസാരിച്ചു. സെമിനാരി പഠിക്കുന്ന കാലത്ത് പീറ്റർ എന്നൊരു പേര് ഉണ്ടായിരുന്നില്ല, വെറും ബേബിയായിരുന്നു. പട്ടം കിട്ടുന്നതിന് മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, പിതാവ് പറഞ്ഞു മാമോദീസ പേരിടുന്നതാണ് നല്ലതെന്ന്. അങ്ങനെയാണ് പീറ്റർ എന്ന പേര് അന്നു മുതൽ വിളിക്കാൻ തുടങ്ങിയത്. അതൊരു ദൈവനിയോഗമായി തീരുകയും ചെയ്തു. അല്ലെങ്കിൽ എന്നും സഭയിലെ ബേബി പിതാവായിട്ട് തന്നെ നിലനിൽക്കേണ്ടി വന്നതിന്. 2022 ജനുവരിയിൽ പാലക്കാട് രൂപതയുടെ ചുമതല ഏൽക്കുന്നത് വരെ ഒരു സഹായമെത്രാൻ എന്ന രീതിയിൽ രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടെ നടത്തുന്നതിന് അഭിനന്ദ പിതാവിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ബാല്യവുമൊക്കെ പാലാ രൂപതയിൽ ആണ് എങ്കിലും അദ്ദേഹം ജനിച്ചത് 1964 പാലാ രൂപതയിൽ നിന്നും മിഷൻ പ്രവർത്തനത്തിൻ്റെ തീക്ഷ്ണതയാൽ പാലക്കാട് രൂപത തിരഞ്ഞെടുത്ത് പാലക്കാടേക്ക് പോവുകയാണ് ചെയ്തത്. അത് 64 ജനിച്ചു. അതിനുശേഷം പാലക്കാട് ചെല്ലുന്നു. പാലക്കാട് സെമിനാരിയിലാണ് പരിശീലനം പൂർത്തിയാക്കി കർമ്മലഗിരി മംഗലപ്പുഴ സെമിനാരിയിലേക്ക് വരുന്നത്. 1986 ഞങ്ങൾ
മലങ്കര സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം കഴിച്ചിട്ട് മംഗലപ്പുഴ സെമിനാരിയിലേക്ക് ചെല്ലുക. മംഗലപ്പുഴ സെമിനാരി ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വികാരമാണ്. രണ്ട് വിശുദ്ധരായ വൈദിക ശ്രേഷ്ഠരുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണ്. ഗോത്തിക് ശൈലിയിൽ കരിങ്കലിൽ തീർത്ത മനോഹരമായ ശില്പത്തോടു കൂടിയ വലിയ ചാപ്പൽ, മനോഹരമായ ചാപ്പൽ, അത് എപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രചോദനവും പ്രോത്സാഹനവുമൊക്കെ ആയിരുന്നു. അവിടുത്തെ ലൈബ്രറിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നു. ഉച്ച സമയത്ത് ഞങ്ങൾ മിക്കവാറും ലൈബ്രറിയിൽ കണ്ടുമുട്ടാറുണ്ടായിരുന്നു, ചെലവഴിക്കാറുണ്ടായിരുന്നു. മംഗലപ്പുഴ സെമിനാരിയിലെ ലിറ്റററി അസോസിയേഷനിലെ ഭാരവാഹികളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇടയായതും ഞാൻ ഓർക്കുന്നുണ്ട്. പ്രസംഗ മത്സരത്തിലൊക്കെ മുന്നിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം മറ്റോ സമ്മാനം നേടിയതും ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഷെയർ ചെയ്തതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളും ഞങ്ങൾ ഒന്നിച്ച് കമ്പൈൻ സ്റ്റഡി നടത്താനായിട്ട് രാത്രിയിൽ സപ്പർ കഴിഞ്ഞിട്ട് പോകുന്നത് ഒക്കെ ഓർക്കാറുണ്ട്. മനോഹരമായ ആ ക്യാമ്പസ് തന്നെ ഞങ്ങളുടെ വികാരമാകുന്നതിന് മുഖ്യമായ ഘടകം ഒന്ന് പെരിയാറിൻ്റെ തീരത്തുള്ള ഞങ്ങളുടെ കളിയും ചിരിയും കുളിയും അലക്കും അതോടൊപ്പമുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ബാച്ച് ഗാദറിങ് നടത്താറുണ്ട്. ബാച്ച് ഗാദറിങ് നടത്തുമ്പോൾ ജപമാല പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, ഭക്ഷണം, അതിനുശേഷമുള്ള ഒരു ഷെയറിംഗ് ഉണ്ട്. ഓരോരുത്തരും ഏതൊക്കെ പള്ളിയിലാണ്, എന്തൊക്കെ മിഷനാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ എൻ്റെ പിതാവ് ഒരിക്കൽ ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛനെ ഏൽപ്പിച്ച ജോലി 10 ഞാൻ ഓർത്ത് 15 താഴെ വീട്ടുകാരുള്ള ഒരു ചെറിയ പള്ളി മാത്രമാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഞാനും ഓർത്തു, അതിലും ചെറിയൊരു പള്ളിയിലാണല്ലോ ഞാനിരിക്കുന്നത്. ഒലിക്കലത്തിൽ അറിയാം, ഭദ്രാവതിയിലൊക്കെ 3 വീട്ടുകാരാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ പള്ളി എന്ന് പറയുന്നത് പാലക്കാട്. എന്നാൽ പിതാവിൻ്റെ ജീവിതം വളരെ സുദീർഘമായി മുന്നോട്ട് പോകുമ്പോൾ മനത്തോടത്ത് പിതാവിൻ്റെ മാനസപുത്രനായി വളരുവാനുള്ള അവസരമാണ് പിതാവിന് ലഭിച്ചത്. കർമ്മലഗിരിയിലെയും മംഗലപ്പുഴയിലെയും പഠനത്തിന് ശേഷം ധർമ്മരാമിൽ പോയി മാസ്റ്റേഴ്സ് ബിരുദവും അതിനുശേഷം റോമിൽ പോയി കാനൻ ലോയിൽ ഉയർന്ന റാങ്കോടുകൂടി ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ രൂപതയുടെ മൈനർ സെമിനാരി, ജുഡീഷ്യൽ വികാര്, മോൺസിഗർ സ്ഥാനം, പിന്നീട് സഹായ മെത്രാൻ, തുടർന്ന് മെത്രാൻ എന്നീ പദവികളിലേക്കൊക്കെ അദ്ദേഹം എത്തപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ബേബി പിതാവ് പീറ്റർ പിതാവാകുകയും ഇന്ന് തിരുസഭയിൽ സുദീർഘമായ രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ 5000-ലധികം വൈദികരെ സംഭാവന ചെയ്ത ഒരു സെമിനാരിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബത്തേരി രൂപതാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മെത്രാന്മാർക്ക് പരിശീലനം നൽകിയ വലിയ ഒരു സൗധമാണ്, ഒരു കലാലയമാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും ചെയ്തു. 500-ലധികം മെത്രാന്മാർ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ അഭിനയ പിതാവിൻ്റെ സാന്നിധ്യം വളരെയധികം സന്തോഷം നൽകുന്നു. പ്രത്യേകിച്ച് കൂടെ പഠിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്, വാട്സപ്പ് ചാറ്റ് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങളുടെ ഗാദറിങ്ങിൽ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ വെച്ചായിരുന്നു. അതിൽ പിതാവും പങ്കെടുത്തില്ല, ഞാനും പങ്കെടുത്തില്ല. അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം ഞങ്ങളുടെ POCയിൽ വെച്ചായിരുന്നു. അതിന് തൊട്ട് മുമ്പിലത്തെ വർഷമാണ് പാലക്കാട് കുരുക്ഷേത്ര കോളേജ്, അവിടെ യുവക്ഷേത്ര കോളേജിൽ വെച്ചുള്ള ഞങ്ങളുടെ ഗാദറിങ്. ആ സമയത്ത് തന്നെ പലരും മുറുമുറുക്കുന്നുണ്ടായിരുന്നു, അടുത്ത ബിഷപ്പ് ആരായിരിക്കും, നമ്മുടെ ബാച്ചിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടല്ലോ, നിനക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും എല്ലാവരും ഒന്നിച്ചുകൂടി കുറേ ഗ്രൂപ്പ് ഫോട്ടോസുകളൊക്കെ എടുത്ത് ഷെയർ ചെയ്യുകയും അന്ന് മുതൽ ആ സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്ത് ഓർക്കുന്നു. ദൈവ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ടാണ് പിതാവ് ഇതിനെയെല്ലാം കാണുന്നത്. പാലക്കാട് രൂപതയുടെ മെത്രാനാകുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ദൈവവിളിയുമായിട്ടാണ് പാലാ രൂപതയിൽ നിന്ന് പാലക്കാട് എത്തിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ദൈവനിയോഗം കാണുവാനായിട്ട് കഴിയും. അഭിനയ പിതാവ് എടുത്തിരിക്കുന്ന മോട്ടോ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നതാണ്. ഒരു സാധാരണ വൈദിക വിദ്യാർത്ഥിയായി പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം വൈദിക അഭിഷേകത്തോടുകൂടി അതിനുശേഷം മെത്രാ അഭിഷേകത്തോടുകൂടി പ്രത്യേകമായ ഒരു അഭിഷേകം ലഭ്യമായ ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങളൊക്കെ
യൂട്യൂബിലും മറ്റ് സദസ്സുകളിലുമൊക്കെ അഭിനന്ദ പിതാവിൻ്റെ പ്രസംഗങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ വിലയിരുത്തുന്നത്. വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം വയനാട്ടിലുള്ളതുപോലെ തന്നെ രൂക്ഷമാണ് പാലക്കാട്, അട്ടപ്പാടി, അഗളി പ്രദേശങ്ങളിലൊക്കെ. അവിടെയൊക്കെ തീവ്രമായ തീഷ്ണതയോടുകൂടി ജനത്തോടൊപ്പം നിൽക്കുവാനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും വനപാലകരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധിക്കുവാനും ഒക്കെ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് പിന്നീട് ഞങ്ങൾ കാണുകയുണ്ടായി. വന്യജീവികളിൽ മനുഷ്യൻ്റെ സ്വയം കെടുത്തുമ്പോൾ പിന്നെ പിതാവ് പറഞ്ഞത് ഓർക്കുന്നു, ഞങ്ങൾ സ്വന്തമാക്കി, ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത്, നികുതി കൊടുത്ത് സ്വന്തമാക്കിയ സ്ഥലത്ത് അതിർത്തി കടന്നെത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാൻ നമ്മുടെ പിതാവ് ഒരുപക്ഷെ കാട്ടിക്കുളത്തെ കുറുക്കൻമൂലയിൽ പ്രസംഗിച്ച അതേ വാക്കുകൾ തന്നെ ആവർത്തിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. തീക്ഷ്ണമായി സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും പാലക്കാടിൻ്റെ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ പട്ടിണി മരണങ്ങളും വന്യജീവികളുടെ ആക്രമണങ്ങളും ഒക്കെയുള്ള ആദിവാസികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രത്യേക പ്രദേശമാണ്. മിഷൻ പ്രദേശങ്ങൾ പോലെയാണ് ഇപ്പോഴും പലതും. അവിടുത്തെ പ്രത്യേക ഭൂപ്രകൃതി അനുസരിച്ച് ക്രമീകൃതമായ രീതിയിൽ നിയന്ത്രിക്കുവാനും പരിശീലനം കൊടുക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് ശ്രമിക്കുന്നു എന്നതിൽ വളരെ സന്തോഷം, അഭിനന്ദനവും അറിയിക്കുന്നു. ഞങ്ങൾ കേട്ടറിഞ്ഞ ഒരു പ്രത്യേകത, മാസത്തിലൊരിക്കൽ രൂപതയിലെ എല്ലാ വൈദികരെയും പിതാവ് കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇന്നലെയും പിതാവ് കോയമ്പത്തൂരിൽ വന്നത് പനി പിടിച്ചു കിടക്കുന്ന ഒരു അച്ഛനെ കാണാൻ വേണ്ടിയാണ്. സാധാരണ പനി പിടിച്ചു കിടന്ന ഒരു അച്ഛൻ പനി പിടിച്ചു കിടക്കുന്നു എന്നറിഞ്ഞിട്ട് കോയമ്പത്തൂർ വരെ പോയി ആ അച്ഛനെ കണ്ടിട്ട് തിരിച്ച് പാലക്കാട്, വേറെ പ്രോഗ്രാമൊന്നും എടുക്കില്ല, രൂപതയുടെ എല്ലാ മുക്കിലും മൂലയിലും അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും. ഇന്ന് ധ്യാനം പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് പിതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, ഞാൻ പിതാവിൻ്റെ കാറ്റഗിസം പഠിച്ച ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞൊരു സിസ്റ്റർ. അപ്പം ഞാൻ എൻ്റെ മിഷനിലേക്ക് വരുന്ന ഹോളി സ്പിരിറ്റ് സിസ്റ്ററോട് പറഞ്ഞു, പാലക്കാട് നിന്ന് വരുന്ന ബിഷപ്പ് എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ പറഞ്ഞു, ഞാനും പാലക്കാടുകാരിയാണ്, എന്നെ കാറ്റഗിസം പഠിപ്പിച്ച അച്ഛനാണ്, സിംഹാസനാണ് എന്ന്. അപ്പോൾ അത്രമാത്രം ഹൃദയബന്ധവും ആത്മബന്ധവും. അപ്പോൾ ഉടനെ പിതാവ് ചോദിച്ചതാണ്, സിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ പേരല്ല, പഴയ പേര് ബിന്ദു എന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത്ര കൃത്യമായിട്ട് ഇക്കാര്യങ്ങളിലൊക്കെ ചോദിക്കുവാനും പറയുവാനും ഓർത്തിരിക്കുവാനും. എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് എന്നത്, തന്നെ ഏൽപ്പിച്ച ജോലികൾ കൃത്യതയോടുകൂടി ചെയ്യുന്നതിൽ, വിശ്വസ്തയോട് ചെയ്യുന്നതിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മനത്തോട് പിതാവിൻ്റെ മാനസപുത്രനായി വളരുവാൻ, ഓരോ ചുമതലകൾ ഏൽപ്പിക്കുമ്പോഴും അത് 100% വിശ്വസ്തയോട് ചെയ്യുവാൻ, അതിൽ ആത്മാർത്ഥതയുടെ സ്നേഹത്തിൻ്റെ ചാല് ഒഴുക്കുവാൻ പിതാവിന് സാധിക്കുന്നു. ബത്തേരി രൂപതയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ ഒന്നു ചേർന്ന് സന്തോഷിക്കുന്നു. അഭിനന്ദ പിതാവിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തുടർന്നുള്ള ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോഴും പിതാവ് വിമൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ് KCBC-യിൽ. എന്നാൽ സഭാതലത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ നാഷണൽ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ സഭ വളരെ ശുഷ്കാന്തിയോടെ ഈ ബേബി പിതാവിനെ കാണുന്നു എന്നതാണ് ഒരു പക്ഷേ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ഔന്നത്യത്തിൻ്റെ പുതിയ പടവുകൾ ചവിട്ടിക്കയറുവാനിടയാകും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനപുത്രനാണ്. ഞങ്ങൾ പലരെയും മെത്രാനാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അവർക്കിനി ചാൻസ് ഉണ്ട് എന്നത് വേറെ കാര്യം. എന്നാലും ബേബി മെത്രാൻ തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രചോദനമാണ്. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞങ്ങളുടെ ബാച്ച് ഗാദറിങ്ങളിൽ പല ഷെയറിങ് നടത്തുമ്പോൾ പലരും പലരുടെയും ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പോഴൊരു കാനൻ ലോയിലെ വിദഗ്ധൻ എന്ന രീതിയിൽ, കാനൻ ലോയുടെ അടിസ്ഥാനം തന്നെ മനുഷ്യൻ്റെ ആത്മരക്ഷയാണല്ലോ, രക്ഷയ്ക്ക് അതാണ് പ്രധാനം എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കൂട്ടുകാരനെ ചേർത്ത് പിടിച്ച് തോളത്ത് തട്ടിക്കൊണ്ട് ഒരു ഉമ്മ വെച്ചിട്ട് പിതാവ് പറയും, സാരമില്ല, ദൈവം കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന്. ഒരു പോസിറ്റീവ് എനർജി, ഒരു കൺസേൺ പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് സഹപാഠികൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരാൾ വിഷമം ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവൻ്റെ വിഷമങ്ങളിൽ അവനോടൊത്ത് ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവനോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന അനുഭവമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പിതാവ് കാണിക്കുന്ന വലിയ മനസ്സ് നമുക്ക് പ്രചോദനമാകട്ടെ. ഇന്നും
അരമണിക്കൂർ പ്രസംഗിച്ചുള്ളൂ എങ്കിലും വളരെ തന്മയത്വത്തോടുകൂടി വചനം പ്രസംഗിക്കുന്നതിന് അദ്ദേഹത്തിന് ലഭ്യമായ ഒരു കഴിവിനെ അംഗീകരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹം ഒരു സാഹസിക പ്രവൃത്തി ചെയ്തതായിട്ട് കൂടി ഞാൻ കേൾക്കുന്നുണ്ട്. അത് പാലായിൽ ദൈവവിളിയുടെ കേന്ദ്രമാണ് പാലായിലെ വൈദികരെ ധ്യാനിപ്പിക്കുന്ന വലിയ ഒരു സാഹസിക പ്രവർത്തികയും അദ്ദേഹം ഏറ്റെടുത്തു. രണ്ടാമത്തെ ബാച്ചിനെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു ഞാനില്ല. അത്ര അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും രണ്ടാമത്തെ ബാച്ചിനെ ധ്യാനിപ്പിക്കാൻ പിതാവ് അത് നിരസിച്ചു. സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നത്. അപ്പോൾ ഒരു ധ്യാനഗുരു, ഒരു വചനപ്രഘോഷൻ, നല്ല പാസ്റ്റർ തിയോളജിയെക്കുറിച്ചൊക്കെയാണല്ലോ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല കൺസേൺ ഉള്ള ഒരു പിതാവിനെ ലഭ്യമായത് സഭയ്ക്ക്, ആഗോള കത്തോലിക്ക സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നതിലുള്ള വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇവന് പിതാവിൻ്റെയും വൈദികരുടെയും പേരിലുള്ള നന്ദിയും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നന്ദി. ക്ലാസ്മേറ്റ് അഭിമന്യ പിതാവിന് ഒരു ചെറിയ സമ്മാനം, രൂപതയുടെ ചെറിയ സ്നേഹത്തിൻ്റെ ഉപകാരമായിട്ട് ചെറിയൊരു സമ്മാനം നൽകുന്നു. താങ്ക് യു. അഭിമന്യ പിതാവേ, സ്നേഹമുള്ള ജനറലച്ചന്മാരെ, പ്രിയപ്പെട്ട സഹോദര വൈദികരെ, സ്നേഹമുള്ളവരെ, ഇത് ശരിക്കും ഒരു സ്നേഹ കൂട്ടായ്മയാണ്. ജെയിംസ് അച്ഛൻ മലങ്കര സഭയുടെ സ്വഭാവം മുഴുവനും എടുത്ത് സുദീർഘമായ ഒരു ആശംസാ പ്രസംഗം നല്ലൊരു ആശംസാ പ്രസംഗം നടത്തി. ക്ലാസ്മേറ്റ് വളരെ ശാന്ത വിനീത സ്വഭാവക്കാരനായ ക്ലാസ്മേറ്റ് ഇത്ര മനോഹരമായി മറ്റൊരു സുഹൃത്തിനെക്കുറിച്ച് പറയുന്നത്, അത് ജെയിംസ് അച്ഛൻ്റെ നാവിൽ നിന്ന് വീഴുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ ആളുകളെക്കുറിച്ച് എത്ര സുന്ദരമായി സംസാരിക്കാൻ അച്ഛന് സാധിക്കും. അഭിമന്യ പിതാവ് ക്ലാസ്മേറ്റിനെ കുറിച്ച് സംസാരിച്ചോളൂ എന്നുള്ള അനുവാദം കൊടുത്തത് തന്നെ ഒരു പ്രത്യേക അഭിഷേകം അച്ഛൻ ആ സമയത്ത് തന്നെ ലഭിച്ചു എന്നുള്ള ആ അഭിഷേകത്തോടു കൂടിയാണ് അച്ഛൻ ഈ ആശംസാ പ്രസംഗം നടത്തിയത്. ഞാൻ പള്ളിയിൽ പറഞ്ഞതുപോലെ അഭിമന്യ പിതാവ് എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം, അടുപ്പം പാലക്കാട് രൂപതയിലെ അധ്യക്ഷനായി ചാർജ് എടുത്തതിന് ശേഷം എന്നോട് കാണിക്കുന്നുണ്ട്. മുമ്പ് ഒരു പരിചയമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക പരിചയത്തിൽ, അടുപ്പത്തിൽ വന്നപ്പോൾ പിതാവിൻ്റെ സ്നേഹപൂർവകമായ നിർബന്ധം അത് പല അവസരങ്ങളിലും പ്രകടിപ്പിച്ചു. ഞാനിവിടെ വരണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞതുപോലെ ഒരു സന്ദർഭത്തിൽ എനിക്കത് സ്നേഹപൂർവ്വം നിഷേധിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സാഹസം, അച്ഛന്മാരുടെ ധ്യാനം നയിക്കാനുള്ള ഒരു സാഹസത്തിലേക്ക് ഞാൻ വരുന്നില്ല, അതുകൊണ്ട് പിതാവിനോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. പാലക്കാർ 2 ബാച്ചുകാരുണ്ടായിരുന്നു. 2 ബാച്ച് അടുപ്പിച്ചുള്ള 2 ബാച്ചുകാരുടെ ധ്യാനം ഒരു 2 ബാച്ചായിട്ടാണ് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ആ 2 ബാച്ചുകാരെയും ധ്യാനിപ്പിച്ചു. പിന്നീടുള്ള പല സ്ഥലങ്ങളിലും വിളി വന്നപ്പോൾ, കാരണം അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ പിതാക്കന്മാരിങ്ങനെ പ്രത്യേകം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ നല്ലതാണ്. അതൊരു കൺസേണാണ്. ഞാനും അങ്ങനെയൊക്കെ അതിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. ഒരാളെ കിട്ടിയാൽ നല്ലതാണെന്ന് പിതാക്കന്മാരിങ്ങനെ വിഷമിച്ചൊക്കെ ചോദിക്കുമ്പോൾ നോ പറയുക എന്നുള്ളത് എനിക്കൊരു മടി തന്നെയാണ്. പക്ഷേ അത് ഏറ്റെടുത്താലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല, നമ്മളൊരു 2 സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ധ്യാനഗുരുവാണെന്നുള്ള മുദ്ര ഒരു വീണ് കഴിയും. അപ്പോൾ അതൊരു പെർമനൻറ്റ് മാർക്കായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ മനത്തോടത്ത് പിതാവിനോട് പറഞ്ഞിരുന്നു, ധ്യാനം ഏൽക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ സൂക്ഷിച്ച് ഏറ്റെടുക്കാവുള്ളത് ഒരിക്കലും മനത്തോടത്ത് പിതാവിനോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും എനിക്ക് അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ വചനം പറയുക, പ്രസംഗിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ ബോധ്യം. അത് സെമിനാരി കാലങ്ങളിൽ അച്ഛൻ പറഞ്ഞല്ലോ, ജെയിംസ് അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രസംഗത്തിൻ്റെ ഒരു നമുക്കൊരു ഹരമാണ് പ്രസംഗം പറയാന്നുള്ളത്. ചില സമയത്ത് ചില വാക്കുകളൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ പണ്ട് മുതൽ അങ്ങനെ ഒരു ശൈലി ദൈവാനുഗ്രഹത്തിന് കൊണ്ട് എനിക്കുണ്ടായിരുന്നു. അത് പല അവസരങ്ങളിലും ഈ പ്രസംഗ ശൈലി, പ്രസംഗത്തിൻ്റെ ഈ അനുഗ്രഹം എനിക്ക് മറ്റുള്ളവർക്ക് ധാരാളം നന്മകൾ ചെയ്യുന്നതിന്, അനുഗ്രഹം കൊടുക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നുള്ള കാര്യം എളിമയോടുകൂടി ഞാൻ ഏറ്റുപറയുക. എനിക്ക് അച്ഛന്മാരോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പെട്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുക. ഞാൻ ഈ പരസ്യമായ കാര്യം ആയതുകൊണ്ട് എനിക്കും തുറന്നു പറയുന്നതിന് മടിയില്ല. അതായത് 2010 രാമനാഥപുരം രൂപത, പാലക്കാട് വിഭജിച്ച് രാമനാഥപുരം രൂപത ഉണ്ടായപ്പോൾ
ആ രൂപതയുടെ അധ്യക്ഷനായിട്ട് അന്ന് പിതാക്കന്മാർ, സിനഡ് പിതാക്കന്മാർ എന്നെ തിരഞ്ഞെടുത്തതാണ്. കഥകളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ വന്ന് ചാൻസലറായിരുന്നു ബിഷപ്പ് ഹൗസിൽ. ഞാൻ എന്നിട്ട് രജിസ്റ്റർ ബുക്ക് വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഒരു 7 മണിയോട് കൂടി നടക്കാൻ പോയപ്പോൾ ഈ രജിസ്റ്റർ ബുക്ക് തീർന്നു. ചാൻസലറുടെ ഓഫീസിൽ 1-2 രജിസ്റ്ററുകൾ തീർന്നു പോയി. ഞാൻ തന്നെ പോയി മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുടയും കൂടി ചൂടിയൊക്കെ പോയ സമയത്താണ് ഈ മൗണ്ട് സെൻറ് തോമസിൽ നിന്ന് വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ ഒരു ഫോൺ കോൾ എനിക്ക് കിട്ടുന്നത്. രാമനാഥപുരം രൂപതയുടെ പുതിയ മെത്രാനായിട്ട് പീറ്റർ അച്ഛനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ടും മഴയുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിതാവിൻ്റെ വോയിസ് വളരെ ഫീബിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് എനിക്ക് കേൾക്കുന്നില്ലോ എന്ന് പറഞ്ഞൊരു കടത്തിണ്ണയിലേക്ക് ഞാൻ കയറി നിന്നു. പിതാവ് അപ്പോൾ പറ്റുന്ന സ്ഥലത്തിൽ പറഞ്ഞു, എന്നെയാണ് പിതാക്കന്മാർ രാമനാഥപുരം രൂപതയുടെ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് വിറങ്ങലിച്ചു പോയി. ഒരു വിറതാങ്ങി ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ ഒരു വിറതാങ്ങി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നുള്ള രീതിയിൽ കടത്തിണ്ണയിൽ അവിടെ പിടിച്ചുകൊണ്ട് ഞാൻ 1 മിനിറ്റ് അവിടെ നിന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ വെച്ച് തന്നെ പറഞ്ഞു, പിതാവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ മെത്രാനാകുന്നില്ല. അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ മെത്രാനാകുന്നില്ല. ഈ പാലക്കാട് രൂപതയിൽ എവിടെയെങ്കിലും ഒരു മലമണ്ടയിലായാലും കുഴപ്പമില്ല. ഞാൻ പല മലകളിലും അച്ഛനായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ആയിരുന്നുള്ള അത് മതി. എനിക്ക് വേറൊരു പുറ സ്ഥലത്തേക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു കാര്യം മനത്തോടത്ത് അവനോട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നതാണ്. ഞാൻ പാലക്കാട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇരുന്നോളാം, പുറത്തേക്ക് പോകുന്നില്ല, ഇത് തന്നെ ഒരു മിഷനാണെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറിയാണ്. അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മെത്രാൻ സ്ഥാനത്തേക്ക് വന്നപ്പോൾ പിതാവെ ഞാൻ ക്ഷമിക്കണം, വരുന്നില്ല. അപ്പോൾ അത് അത്രയും പറഞ്ഞുകൊണ്ട് പിതാവ് ഫോൺ വെച്ചു. ചാൻസലർ അച്ഛനോ മറ്റാരോ ഫോൺ എടുത്ത് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനത്തോടത്ത് പിതാവ് വിളിച്ചു. സിനഡിൻ്റെ സമയമാണ്. പിതാവ് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ മൗണ്ട് സെൻറ് തോമസിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ മൗണ്ട് സെൻറ് തോമസിൽ ഓടിയെത്തി. രാവിലെ എത്തിപ്പോയി. ആലുവയിൽ എത്തിയപ്പം പിതാവ് ചോദിച്ചു, ബസ്സിനാണ് പോകുന്നത്, എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആലുവയിൽ എത്തിയുള്ളൂ. പിതാവ് പറഞ്ഞു, 8:30 സിനഡ് തുടങ്ങും, അതിനു മുമ്പ് വേഗം എത്തണം, ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ടാക്സി വിളിച്ച് വന്നോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്, അവിടെ ചെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ടാക്സി വിളിച്ചു, മൗണ്ട് സെൻറ് തോമസ് ചെന്നു. അതിൻ്റെ വണ്ടിക്കൂലി എനിക്കിന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ പിതാക്കന്മാർ പലരും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, പീറ്റർ അച്ഛനെ ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ ദൈവഹിതമുണ്ട്. കാരണം എൻ്റെ ഈ സെനഡിൻ്റെ ചില വഴികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായൊരു കാര്യം തന്നെയാണ്, പീറ്റർ അച്ഛനെ തന്നെയാണ് പിതാവ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നോ പറയരുതെന്ന് പറയും. മണത്തോടത്ത് പിതാവും പറഞ്ഞു, ഇത് പീറ്റർ അച്ഛനെ കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ, രൂപതയുടെ കാര്യം, രാമനാഥപുരത്തിൻ്റെ കാര്യം ചെയ്യാവുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അച്ഛന്മാരെ, ഈ പിതാക്കന്മാർ എന്നോട് ഇങ്ങനെ മാറി മാറി പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതിൻ്റെ ആ രഹസ്യം എനിക്കറിയാൻ പാടില്ല എന്താണ്. ഒരിക്കലും ഞാൻ അതിനോട് നോ പറയുന്ന ആളല്ല. പിതാക്കന്മാരിങ്ങനെ പറഞ്ഞു, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ ആകുന്നില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നതിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എഴുതി കൊടുത്തു. വർക്കി പിതാവിൻ്റെ അടുത്ത് പോയിട്ട് മുട്ടുകുത്തി നിന്നിട്ട്, ഞാൻ ബിഷപ്പ് ആകുന്നില്ല, എൻ്റെ സ്വന്തം പ്രകാരമാണ് ഞാൻ ആകുന്നില്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ഒരു റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോരുക. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ മനത്തോടത്ത് പിതാവ് വിളിച്ചു. അപ്പോൾ തീരുമാനിച്ചല്ലേ എന്ന് ചോദിച്ചു. ഞാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് 2010 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു വിളിയും കൂടെ ഇങ്ങോട്ട് വരുന്നത്, മൗണ്ട് സെൻറ് തോമസിൽ ആലഞ്ചേരി പിതാവിൻ്റെ ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നി, ഇത് രണ്ടാമതും ഇങ്ങനെ ഒരു വിളി വരുമ്പോൾ പിന്നെ ഞാൻ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് നിഷേധിച്ച പിന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് അർത്ഥം, എനിക്ക് അച്ഛന്മാരോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം ഇതാണ്, പൗരോഹിത്യ ജീവിതത്തിന് അർത്ഥമില്ല. ഇത് ദൈവഹിതം അല്ലെങ്കിൽ പിന്നെ രണ്ടാമതും ഇങ്ങനെ വരില്ല. ചില പിതാക്കന്മാർ സംശയം പ്രകടിപ്പിച്ചു. ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഡോക്യുമെൻ്റ് വത്തിക്കാനിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുള്ള അഫർമേഷൻ, കൺസെൻറ്റ് എനിക്ക് ഈ കാര്യത്തിൽ കിട്ടുപോയില്ലോ എന്ന് ചില പിതാക്കന്മാർ സംശയിച്ചിരുന്നു. ഞാനും വിചാരിച്ചു അങ്ങനെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ചെറിയ സൂചന എനിക്ക് കിട്ടിയിരുന്നു, വേറെ നിഷേധിക്കാനൊന്നും പറ്റാത്ത അവസ്ഥാവിശേഷം വന്നു. എന്നോട് കൺസെൻറ്റ് ചോദിച്ചപ്പോൾ ഞാനത് ദൈവഹിതപ്രകാരം അങ്ങനെയാണെങ്കിൽ ആകട്ടെ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. അങ്ങനെ അത് കൺഫേംഡ് ആയിട്ട് റോമിൽ നിന്ന് വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ ചിന്ത ഇതായിരുന്നു, അപ്പോൾ ഞാൻ അതിന് സമ്മതം മൂളിയില്ലെങ്കിൽ, അത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഞാൻ അച്ഛനായിട്ട് വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രാർത്ഥന ഒക്കെ ചൊല്ലി അതുകൊണ്ട് സമ്മതം പറഞ്ഞു. ഈ ഞാൻ എടുത്തിരിക്കുന്ന, ജെയിംസ് അച്ഛൻ പറഞ്ഞു, ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ മോട്ടോ അതും എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉടനെ തന്നെ പിറ്റേ ദിവസം ഇതാണെന്നറിയാം, ഒരു മോട്ടോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ബിഷപ്പിൻ്റെ. എനിക്കൊരു മോട്ടോ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഗെത്സെമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ എൻ്റെ ഈ ഒരു തീരുമാനവും ഇതും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ, അത് അങ്ങനെ ഒരു ചാലുകൾ അങ്ങനെ അങ്ങ് പോവാം. അത് അങ്ങനെയാണ്. ഇത് ചരിത്രമൊക്കെ പറയാം. ഈ രാമനാഥപുരം രൂപതയിൽ എന്നെക്കൊണ്ട് നോ പറയിപ്പിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്,
മറ്റൊരു പിതാവിനെ രാമനാഥപുരത്തേക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടാണ് എന്നെ കൊണ്ട് ദൈവം നോ പറയിപ്പിച്ചതെന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. ആലപ്പാട്ട് പിതാവ് അവിടെ ചെയ്യുന്ന വൻ കാര്യങ്ങൾ ഞാനായിരുന്നെങ്കിൽ അതിൻ്റെ പകുതി പോലും എനിക്ക് എത്തിച്ചേരാൻ പറ്റിയല്ല. അതുപോലെ ഫാസ്റ്റായിട്ട് രൂപതയെ കൊണ്ടുപോകാൻ, വളർത്താൻ, പാലക്കാടിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പാലക്കാടിൻ്റെതായിരുന്നല്ലോ, ബൈഫ്രിക്കേറ്റ് ചെയ്തതാണ്. അപ്പം അത്രയും മനോഹരമായ രീതിയിൽ ആ രൂപതയെ കൊണ്ടുപോകാൻ ആലപ്പാട്ട് പിതാവിന് എന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ദൈവം ആ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരു പിതാവിനെ കണ്ടുവച്ചതിന് ശേഷമാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് അങ്ങോട്ട് പോകണ്ട എന്നാണ് എൻ്റെ ബോധ്യം. അങ്ങനെയൊക്കെയുള്ള ഒരു ആത്മീയ കണ്ണുകളോടെയാണ് ഞാൻ എൻ്റെ മെത്രാഭിഷേക എൻ്റെ വിളിയും അതിൻ്റെ കർമ്മങ്ങളൊക്കെ കാണും. 100 പേരെ വെച്ച് കൊറോണ കാലത്ത് മെത്രാനായതാണ്, 100 പേരുടെ സാന്നിധ്യത്തിൽ. സച്ചൻ പറഞ്ഞത് ശരിയാ. എൻ്റെ വലിയൊരു അനുഗ്രഹം, ഞാൻ മെത്രാനാകുന്നതിന്, ബിഷപ്പ് ആകുന്നതിന് മുൻപ് എല്ലാ ബിഷപ്സ് ഹൗസിലും ചെല്ലാൻ പറ്റി എന്നുള്ളതാണ്. എല്ലായിടത്തും ചെല്ലാൻ പറ്റി, എല്ലായിടത്തും ചെന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം പിതാക്കന്മാരുണ്ടായിരുന്നില്ല, ബാക്കി എല്ലായിടത്തും തന്നെ പിതാക്കന്മാരുണ്ടായിരുന്നു. തക്കല വരെ എത്തി, തക്കല അവിടം വരെ എത്തി. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളുടെ മാർത്താണ്ഡത്തൊക്കെ കയറി. മാർത്താണ്ഡത്തെ വിൻസെൻ്റ് പിതാവ് ഞങ്ങൾ സെയിം ബാച്ചുകാരാണ്. അദ്ദേഹം കോട്ടയത്ത് പഠിച്ചതേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ സെയിം ബാച്ചുകാരാണ്. ഓർഡിനേഷൻ നമ്മുടെ കീഴ്പിള്ളച്ചനെ പോലെ തന്നെ ഞങ്ങൾ സെയിം ബാച്ചുകാരാണ്, പക്ഷേ അവർ കോട്ടയത്ത് പഠിച്ചതാണ്. പക്ഷേ ഈ വിൻസെൻ്റ് പിതാവ് ഞങ്ങൾ റോമിൽ കുറേ കാലം ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ലൊരു ആത്മബന്ധം വിൻസെൻ്റ് പിതാവുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അപ്പോൾ കൊറോണ കാലത്ത് മെത്രാനായി. എല്ലാറ്റിനും ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ദൈവം എന്നെ പരിപാലിച്ച് കൊണ്ടുപോവുക. അതിനിടയിലാണ്, അല്ലെങ്കിൽ അതിനിടയിൽ നിന്നല്ല, മെത്രാനായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള പ്രഗത്ഭരായ നല്ല പിതാക്കന്മാരുടെ കൂട്ടുകെട്ടിലേക്ക്, സൗഹൃദത്തിലേക്ക് വരാൻ പറ്റുക എന്നുള്ളത്. അതൊരു ഗ്രേസാണ്. പിതാവിൻ്റെ സാന്നിധ്യം ഗ്രേസ്ഫുൾ അപ്പിയറൻസാണ്, അല്ലേ? ഒരു ഗ്രേസ്ഫുൾ പ്രസൻസാണ്. ഹിസ് ഗ്രേസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് വെറുതെ വിളിക്കുന്നതല്ല, ശരിയാണ്. അങ്ങനെയുള്ള ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള കൂട്ടായ്മയിലേക്ക് എനിക്ക് വരാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അനുഗ്രഹമാണ്, വലിയ ചാരിതാർത്ഥ്യം. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരിക്കലും കാണാൻ പോകും, എങ്ങനെയൊന്നും അടുത്ത് വരാനോ സംസാരിക്കാൻ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ, മെത്രാൻ്റെ കൂട്ടായ്മ, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ ആ പിൻഗാമികളുടെ കൂട്ടായ്മ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ എന്നെ അനുസരണം പഠിപ്പിച്ചും വിധേയത്വം പഠിപ്പിച്ചും ഒക്കെ കർത്താവ് തന്നിരിക്കുന്ന ഈ മഹത്വമുള്ള സ്ഥാനം നന്നായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു. ജെയിംസ് അച്ഛനെ പോലെയുള്ള സഹപാഠികൾ ഒരു വലിയ ശക്തിയാണ്. മലങ്കര ലാറ്റിൻ മലബാർ സഭാ സമൂഹത്തിലെ അച്ഛന്മാർ, വൈദിക അല്ലെങ്കിൽ ബ്രദേഴ്സ് ഒക്കെ ഒരുമിച്ചുള്ള സഹവാസം നമുക്കറിയാം എത്ര സുന്ദരമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ മാറ്റിമറിക്കപ്പെട്ടു. എങ്കിലും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത്. ജെയിംസ് അച്ഛനൊക്കെ വളരെ നല്ല ഒരു സൗഹൃദത്തിലും സ്നേഹത്തിലും, അച്ഛൻ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് ഒരുമിച്ച് പഠിക്കാൻ, സംസാരിക്കാൻ, ഷെയർ ചെയ്യാൻ നല്ല അടുപ്പമുള്ള സുഹൃത്ത്. നമുക്ക് ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരാളാണ് ഈ ജെയിംസ് അച്ഛൻ. കണ്ണടച്ച് വിശ്വസിക്കാം, അതുപോലെയുള്ള ഒരു നിഷ്കളങ്ക ഹൃദയം. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെയുള്ള ഒരു അടുപ്പം, ഹൃദയപരമായിട്ടുള്ള അടുപ്പമൊക്കെ ഉണ്ടായത്. ജെയിംസ് അച്ഛ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അച്ഛൻ പഠിച്ചൊരുങ്ങി എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് മുഴുവനും മനസ്സിലാക്കി. ശാസ്ത്രീയമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ അനുഭവം, ഞങ്ങൾ തമ്മിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അച്ഛൻ എല്ലാം സംസാരിച്ചത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിച്ചത് കൊണ്ട് എല്ലാം സത്യമാണെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അച്ഛൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ വൈദിക കൂട്ടായ്മയിൽ വെച്ച് നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഓലിക്കലച്ചനൊക്കെ ഞങ്ങൾ റോമിൽ പഠിച്ച കാലത്ത് അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് കാലം ഓലിക്കലച്ചൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സൗഹൃദം ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു. അച്ഛനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, താടി മാത്രം അന്ന് കുറച്ചും കൂടെ താടി ഉണ്ടായിരുന്നു, ഇന്ന് കഴിഞ്ഞു പോയതാണോ, വളരാൻ അനുവദിക്കാത്തതാണോ ഒന്നും അറിയത്തില്ല. വളരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ? പുതിയ സന്തോഷം അച്ഛന്മാരെ, നിങ്ങളെല്ലാവരുടെയും ഈ സൗഹൃദത്തിനും കൂട്ടായ്മയ്ക്കും ഒരുമിച്ചുള്ള ഈ സ്നേഹത്തിനുമൊക്കെ സന്തോഷത്തിനൊക്കെ നന്ദി പറയുന്നു. എനിക്ക് കുരിശ് സമ്മാനിച്ചു അല്ലേ? കുരിശ് സമ്മാനിച്ചു, ഒത്തിരി നന്ദി, സന്തോഷം. കുരിശുമാലയൊക്കെയാണ് സന്തോഷം കേട്ടോ. പിന്നെ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഷിൻസാണ്. ഷിൻസ് കോലാക്കൽ, ഷൊർണൂർ അടുത്തുള്ള സ്ഥലത്താണ് അവൻ്റെ വീട്. ഷിൻസ് കോലാക്കൽ എന്നെ വളരെ കാര്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. യാത്രാവേളകളിൽ എൻ്റെ സുരക്ഷിതമാണ് അവൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതെല്ലാം കൊണ്ടുവന്നപ്പോൾ ഷിൻസിനും അച്ഛന്മാരുടെ ഇടയിൽ വെച്ച് ഞാൻ പിതാവിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കുക. താങ്ക് യു. നമ്മുടെ എല്ലാ അച്ഛന്മാരെയും പ്രതികരിച്ചുകൊണ്ട് ജോസഫ് അച്ഛൻ 2 വാക്ക് സംസാരിക്കാൻ. ഫൊറോന വികാരി ആയതുകൊണ്ട് കേട്ടോ. അഭ്യുന്ന പിതാക്കന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സാധാരണ നന്ദി പറഞ്ഞതിന് ശേഷം ആശംസ നേരാറില്ല.
എങ്കിലും ബെന്നിയച്ചൻ പറഞ്ഞപ്പോൾ അനുസരണത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. അഭിനന്ദ പിതാവ് ഇന്ന് ഇവിടെ കൺവെൻഷൻ എത്തിയപ്പോൾ പിതാവിനെ അടുത്ത് കാണുവാനും ഒരിക്കൽ കൂടി സൗഹൃദം പുതുക്കുവാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മാനന്തവാടിയിൽ പിതാവ് പല പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ബിഷപ്പ് ഹൗസിൽ അതുപോലെ തന്നെ ഫാസ്റ്റ് സെൻറ്ററിലൊക്കെ വെച്ച് പിതാവിനെ കണ്ടിട്ടുണ്ട്. മനത്തോടത്തെ പിതാവ് ആലുവ സെമിനാരിൽ എൻ്റെ ഫാദർ പ്രിഫെക്റ്റ് ആയിരുന്നു, പ്രൊഫസറായിരുന്നു. അതുപോലെ തന്നെ ബാച്ചുകാർ പാലക്കാട് രൂപതയിലുണ്ട്. ഇപ്പോൾ പാലക്കാട് രൂപതയോട് ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ സെമിനാരി കാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് മനത്താടത്തെ പിതാവ് മാറിയപ്പോൾ പീറ്റർ പിതാവ് വന്നപ്പോൾ ആരായിരിക്കും അവിടുത്തെ പിതാവ് എന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുകയും അത് മീഡിയയിലൂടെയൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിതാവ് ഏറ്റെടുത്ത ദൗത്യം വളരെ വിശ്വസ്തപൂർവ്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ബാച്ചുകാരച്ചന്മാരൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പിതാവിന് തുടർന്നും പിതാവിൻ്റെ ദൗത്യം ഏറ്റവും വിശ്വസ്തയോട് നിർവഹിക്കുവാനായിട്ട് പിതാവിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. തീർച്ചയായിട്ടും ദൈവഹിതം തന്നെയാണ് എന്ന് പിതാവ് സൂചിപ്പിച്ചു കഴിഞ്ഞു. പലവട്ടം പിതാവ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും തമ്പുരാൻ പിതാവിനെ വിടാതെ പാലക്കാട് രൂപതയുടെ അധ്യക്ഷനായിട്ട് നിയമിക്കുകയായിരുന്നു. പിതാവ് ആ ദൗത്യം ഏറ്റെടുത്ത് വളരെ നന്നായിട്ട് മുൻപോട്ട് പോകുന്നു. അത് പാലക്കാട് രൂപതയ്ക്ക് മാത്രമല്ല, സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും ഒക്കെ അനുഗ്രഹമായിട്ട് പിതാവിൻ്റെ ശുശ്രൂഷ മാറുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നുണ്ട്. പിതാവിന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി മാനന്തവാടി രൂപതയുടെ പേരിലും അതുപോലെ തന്നെ ബത്തേരി ഫൊറോനയുടെ പേരിലുമൊക്കെയുള്ള ഞങ്ങളുടെ വൈദ്യരുടെ എല്ലാവരുടെയും നാമത്തിലുള്ള ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ ബത്തേരി പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ വാത്സല്യമുള്ള സ്നേഹമുള്ള പിതാവാണ്. പിതാവ് എപ്പോൾ കണ്ടാലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പോലെ പിതാവ് എപ്പോഴും അങ്ങനെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും പിതാവ് തിരക്കുള്ളപ്പോൾ പിതാവിൻ്റെ അടുത്തുനിന്ന് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. കാരണം അല്ലെങ്കിൽ നിർബന്ധിച്ച് ഇവിടെ വന്നിട്ടേ പോകാവൂ എന്നുള്ള ആ പിതാവിൻ്റെ സ്നേഹവും താല്പര്യവും സൗഹൃദവും ഒക്കെയാണ് അതിലൂടെ കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ബത്തേരിയിലായതിനു ശേഷം എനിക്ക് 2 പിതാക്കന്മാരല്ല, മാനന്തവാടിയിൽ ജോസ് പിതാവുണ്ട്, അലക്സ് പിതാവുണ്ട്, പിതാപ്പണം തോമസ് പിതാവും ഉണ്ട്. അപ്പോൾ പിതാവിൻ്റെ സ്നേഹവും സൗഹൃദവും ഒക്കെ ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി അനുസ്മരിക്കുന്നു. പിതാവ് എപ്പോഴും മാനന്തവാടി രൂപതയോടും അതുപോലെ തന്നെ മാനന്തവാടിയിലെ വൈദികരോടും ബത്തേരിയിലുള്ള വൈദികരോടുമൊക്കെ സ്നേഹവും സൗഹൃദവും അടുപ്പവും ഒക്കെ കാണിക്കാറുണ്ട്. ഏറെ കരുതലുണ്ട്. പിതാവിൻ്റെ സ്നേഹത്തിനും സൗഹൃദത്തിനും ഇന്ന് ഇങ്ങോട്ട് ഈ ഭക്ഷണത്തിനായിട്ട് സ്നേഹ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ അച്ഛന്മാർ എല്ലാവരും തന്നെ പരിചയക്കാരും എപ്പോഴും സ്നേഹവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. പല വേദികളിൽ ഒരുമിച്ച് ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനൊരു അവസരത്തിൽ ഇവിടെ വരുവാനും സ്നേഹവും സൗഹൃദവും ഒക്കെ ഒരിക്കൽ കൂടി പുതുക്കുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പാലക്കാട് രൂപതയിൽ രാജഗിരി, ജോസ്ഗിരി എന്ന് പറയുന്ന 2 പള്ളികളുടെ ചുമതല എനിക്കുണ്ടായിരുന്ന സമയത്ത് രാജഗിരിയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ജോസ്ഗിരിയിലേക്ക് ഒന്ന് നടന്നു പോകുന്ന രീതിയായിരുന്നു കുർബാനയ്ക്കായിട്ട്, ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ചും. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറിയിരുന്ന് ഇച്ചിരി വെള്ളവും കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകും. വല്യമ്മച്ചിയും അതുപോലെ അവിടെയുള്ള 1-2 ചേട്ടന്മാരൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ടാണ് ഞാൻ പിന്നെ ജോസ്ഗിരിയിലേക്ക് ഒരു 1-1.5 കിലോമീറ്ററുള്ള പള്ളിയിലേക്ക് ഷോർട്ട് കട്ട് കയറി പോകുന്നത്. അങ്ങനെ പോയി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച വീടാണ് നമ്മുടെ റോബിൻ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ ചാച്ചൻ രാജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം, വീട്ടുകാരെ മുഴുവൻ അറിയാം. അങ്ങനെ ഞാൻ കയറി ഇറങ്ങിയത് കൊണ്ടാണ് ഒരു അച്ഛനെ നമുക്കിപ്പോൾ ഇങ്ങോട്ട് കിട്ടി. ഒത്തിരി സന്തോഷം കേട്ടോ, വേദനയച്ചന്മാരെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഈ നല്ലൊരു സന്ധ്യ മനോഹരമാക്കി എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഇനിയും പ്രസംഗിക്കുന്നില്ല. പക്ഷേ പിതാവ് നമുക്കറിയാവുന്ന വളരെ മനോഹരമായ പ്രസംഗമാണ്. അതിൽ സെമിനാരി വെച്ചും ഭയങ്കര പ്രാസംഗം കൊണ്ട് എനിക്ക് പിതാവിനോട് പറയാനുള്ള അനുസരണത്തിൻ കീഴല്ല എങ്കിലും പ്രസംഗം കിട്ടുന്ന അവസരമൊന്നും മിസ് ചെയ്യരുത്. കാരണം അത് സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ധ്യാനമാണെന്ന് ചെല്ലുമ്പോൾ പാലായിൽ 2 ബാച്ച് 2-3 പേര് എനിക്കറിയാവുന്നവരോട് നല്ല ധ്യാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പാസ്റ്റർ മിനിസ്റ്ററുടെ ഒരു വലിയ ഭാഗമാണ് വചനം പ്രസംഗം. എല്ലാവരും കിട്ടുന്ന ഒരു അവസരമല്ല അത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക അഭിഷേകവും അതിനുള്ള ഒരു വലിയ കഴിവ്, അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവം തരുന്ന ഒരു കഴിവാണ്. അപ്പോൾ മെത്രാന്മാരിൽ നമുക്ക്
ധ്യാനിപ്പിക്കുന്നവരും പ്രസംഗിപ്പിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത് സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും വൈദികർക്കൊക്കെ നല്ല മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ പോയി പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ധ്യാനിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള എളിയൊരു സജഷൻ ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. യെസ്, താങ്ക് യു. സത്യമാണ്. കാരണം ഞാൻ താവളത്ത് കഴിഞ്ഞ മാസം ധ്യാനിക്കാൻ പോയപ്പോൾ പിതാവിൻ്റെ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയും ചെയ്തു, ഇവിടെ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ പിതാവ് സ്കിപ്പ് ചെയ്താണ് നമ്മൾ വിളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഇത്രയും നല്ലൊരു ടോക്ക് കൊടുക്കുന്ന പിതാവ് എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്ത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നെ ഇവിടെ ജെയിംസ് അച്ഛൻ പറഞ്ഞ പോലെ അവിടുത്തെ ബിനോയ്സിനെ പറഞ്ഞു, പിതാവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ വളരെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. എല്ലാ മാസവും പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അച്ഛനുടെ ബിനോയ്സ് പൊതുവായിട്ട് പറഞ്ഞാണ്. അപ്പം നല്ലൊരു പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മയിൽ, നമ്മൾ വൈദികർ മാത്രമുള്ള കൂട്ടായ്മയിൽ പിതാവിനെ നമ്മുടെ സ്നേഹവും ആദരവും ഒക്കെ അറിയിക്കാൻ സാധിച്ച ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നല്ല സന്ധ്യാനുഗ്രഹമാക്കിയ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇങ്ങനെയുള്ള നല്ല നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു നേതൃത്വം നൽകുന്ന നമ്മുടെ രൂപതാധ്യക്ഷൻ്റെ പിന്നെ പിതാവിൻ്റെ ഒരു പ്രത്യേക ആശയം നിനക്ക് ഇന്നലെ രാവിലെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പിതാവ് വരുന്നുണ്ട്, നമുക്ക് ക്യാമ്പസിലെ അച്ഛന്മാരെയൊക്കെ ഒന്നിച്ചുകൂടി നമുക്കൊന്നിച്ച് നോമ്പൊക്കെ ആണെങ്കിലും വെജിറ്റബിൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുക, കൂട്ടായ്മ നല്ലതാണ് എന്ന് പറഞ്ഞത് അഭിമന്യ പിതാവ് തന്നെയാണ് ഈ ഒരു നേതൃത്വം ഏറ്റെടുത്തത്. അഭിമന്യ പിതാവിനെ എല്ലാവരുടെയും പേരിൽ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ഗോൾഡൻ ചാൻസാണ്, നമുക്കറിയാം പറഞ്ഞതുപോലെ പീറ്റർ പിതാവിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് നമ്മുടെ രൂപതയുടെ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് ബൈബിൾ കൺവെൻഷനൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പിതാവിനെ കിട്ടിയത് നല്ല രീതിയിൽ ഇനിയും കൂടുതൽ സുവിശേഷ പ്രസംഗത്തിലേക്ക് കടന്നു വരാൻ പിതാവിന് സാധിക്കട്ടെ. പിതാവിനെ പ്രത്യേകം ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ജോസഫ് അച്ഛൻ, ഞാൻ ഇങ്ങനെ അച്ഛൻ നടന്നു പോകുമ്പോൾ അച്ഛൻ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിയതാണ്. നമുക്കറിയാം നമ്മുടെ ഇവിടെ ബത്തേരി, പ്രത്യേകിച്ച് വയനാട്ടിൽ ബത്തേരിയിൽ നമ്മുടെ എല്ലാ 3 സഭകൾ കത്തോലിക്ക സഭകൾ നല്ലൊരു നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇത് ബൈബിൾ കൺവെൻഷൻ ആണെങ്കിലും നമുക്കറിയാം 40-ാം വെള്ളിയാഴ്ച നമ്മുടെ കുരിശിൻ്റെ വഴി, നമ്മൾ കുരിശിൻ്റെ വഴിയുടെ ആദ്യത്തെ മീറ്റിംഗ് നമ്മുടെ അസംഷൻ പള്ളിയിൽ വെച്ച് തിങ്കളാഴ്ച 3:30-ാണ്. അപ്പോൾ നമ്മുടെ അച്ഛന്മാരെല്ലാം ശ്രദ്ധിക്കുക, ഒരറിയിപ്പുണ്ടാകും. എങ്കിൽ പോലും നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചതാണ്. എല്ലാവരെയും ഒന്നു ചേർത്തുകൊണ്ട് സംയുക്തമായിട്ടുള്ള കുരിശിൻ്റെ വഴി. ഇപ്രാവശ്യം അത് നമ്മൾ കത്തീഡ്രലിൽ നിന്ന് നമ്മുടെ പൂമല പള്ളിയിലേക്കാണ് ആദ്യത്തെ മീറ്റിംഗ്, അസംഷൻ പള്ളിയിൽ. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു നേതൃത്വം, നമുക്കൊരു കൂട്ടായ്മ, നമ്മുടെ എല്ലാ അച്ഛന്മാരും ഒന്നിച്ച് നല്ലൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അച്ഛന് വളരെ സന്തോഷം കടന്നു വന്നുള്ള ജോസഫ് അച്ഛനെ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് നമുക്കറിയാം നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ പോലും അച്ഛന്മാരെല്ലാം കടന്നു വന്നിട്ടുള്ള വലിയ സന്തോഷവും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. കർത്താവായ ഈശോയെ, ഈ നല്ല അനുഗ്രഹപ്രദമായ സായാഹ്നം തന്ന് ഞങ്ങളെ നയിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും അങ്ങയുടെ പ്രത്യേകമായ ആശീർവാദം ചോദിച്ചു വാങ്ങുവാനും ഈ സ്നേഹക്കൂട്ടായ്മ എന്നും നിലനിൽക്കുവാനുമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ നല്ലൊരു കൂട്ടായ്മ നൽകിയതിനും രുചികരമായ ഭക്ഷണം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും നല്ല നല്ല തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തുവാനും ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളിവിടെ നടത്തുന്ന ഞങ്ങളുടെ കൺവെൻഷൻ ഏറ്റവും നന്നായി വിജയിപ്പിക്കണമേ. ധാരാളം പേര് അതിൽ പങ്കെടുക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ എല്ലാ വൈദികരെയും അവരുടെ ശുശ്രൂഷകളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.